എന്തൊക്കെയാ എല്ലാവർക്കും സുഖമല്ലേ? ഇതിപ്പോ നോമ്പ് കഴിഞ്ഞ് പെരുന്നാളൊക്കെ ആയില്ലേ? ഇപ്പൊ 2 ദിവസം കൂടിയും കഴിഞ്ഞാൽ പെരുന്നാളാണ്. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ചെറിയ പെരുന്നാൾ ആശംസകൾ. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. വീണ്ടും മാസ്ക് ഒക്കെ നിർബന്ധമാക്കി. ഇനിയും കൊറോണ ഒന്നും ആർക്കും വരാണ്ടിരിക്കട്ടെ. ആഘോഷങ്ങളെല്ലാം ഉഷാറായിട്ട് പോട്ടെ. നമുക്ക് ഈ പെരുന്നാളിന് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, കുടുംബക്കാർക്ക് ഒക്കെ ഒരു ആശംസ കൊടുക്കാം. എങ്ങനെ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ആശംസ കാർഡ് നമ്മളെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് മൊബൈലിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് അയച്ചു കൊടുക്കുക. എങ്ങനെ ഉണ്ടാക്കുക? അതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് കേട്ടോ. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഈദ് മുബാറക് ഫ്രെയിംസ് 2021 എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷനാണ്. നല്ല അടിപൊളി കാർഡുകൾ നമുക്കിതിൽ ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ? നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കേട്ടോ. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെയാണ് വരിക. അവിടെ നമുക്ക് ഗാലറി പെർമിഷൻ കൊടുക്കണം. അതൊന്ന് അലോ ചെയ്ത് കൊടുത്തേക്ക് പാവം നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ. അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്താൽ ഇതിൽ കുറെ പരസ്യമൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണ്ട. നമുക്ക് വേണ്ടിയത് ഇവിടുത്തതാണിതാ. ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്. ഈ ഒന്നാമത്തെ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ക്യാമറ, ഗാലറി 2 ഓപ്ഷനാണ് ഉള്ളത്. നമുക്ക് ഡയറക്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കാം. നമുക്ക് ഗാലറിയിൽ ഒരു ഫോട്ടോ എടുക്കാം. തൽക്കാലം കാണിക്കാൻ ഞാനിപ്പോൾ ഈ ഫോട്ടോ സെലക്ട് ചെയ്ത് എൻ്റെ മോളെ ഫോട്ടോ കേട്ടോ. ഇത് ആവശ്യത്തിന് നമുക്ക് ക്രോപ്പ് ചെയ്ത് കൊടുക്കതാ. ആവശ്യത്തിന് ക്രോപ്പ് ചെയ്ത് കൊടുക്കുക. ക്രോപ്പ് ചെയ്യേണ്ട നിങ്ങൾ ചെയ്യണ്ട കേട്ടോ. നിങ്ങൾ അതിന് അതിങ്ങെടുക്കുക. എന്നിട്ട് മേലെ ഡൺ എന്നുണ്ടാവും, അതൊന്ന് ഞെക്കി കൊടുക്കുക. അതൊന്ന് ഞെക്കി കൊടുത്താൽ ഇവിടെ എങ്ങനെയാ വരിക? ഇവിടെ ആ ഫോട്ടോ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അത് നമുക്ക് ഇതിന്റെ ആവശ്യത്തിലുള്ള വലുപ്പത്തിലാക്കിയിട്ട് ആ ഫോട്ടോ അതിൻ്റെ ഉള്ളിൽ വന്ന്, അത് മാത്രമല്ല കേട്ടോ, ഇത് തീർത്ത് ഫ്രെയിമുകളാണ്. ഇഷ്ടം പോലെ ഫ്രെയിമുകളുണ്ട്. ഏത് ഫ്രെയിമാണോ നമുക്ക് വേണ്ടത് ആ ഫ്രെയിം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് ഫ്രെയിം സെലക്ട് ചെയ്താലും നമ്മളെ ഫോട്ടോ അതിന്റെ ആ ബോക്സിന്റെ ഉള്ളിൽ കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുത്താൽ, അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ അത് കറക്റ്റ് ആയിട്ട് ആ ഫോട്ടോത്തിലുള്ള പോലെ തന്നെ ഉണ്ടാവും. ആ ഫ്രെയിമിന്റെ ഉള്ളിലുള്ള പോലെ ഉണ്ടാവും. ഈദ് മുബാറക്കിന്റെ അടിപൊളി ആശംസകളും. എന്നിട്ട് നമുക്കിവിടെ ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. നമ്മളെ ഫോട്ടോ ചേർത്ത് ഒരു കാർഡ് നമ്മൾ ഉണ്ടാക്കി. ഇനി നമുക്ക് നമ്മളതായിട്ടുള്ള ടെക്സ്റ്റ് ഇതിൽ ആഡ് ചെയ്യണ്ടേ? അതിന് ഇവിടെ എങ്ങനെ ടെക്സ്റ്റിന്റെ ഓപ്ഷൻ ഉണ്ടാവും. ഈ ടെക്സ്റ്റിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള എന്താണോ എഴുതേണ്ടിയ അത് എഴുതി കൊടുക്കുക. എഴുതി കൊടുത്തിട്ട് ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. നമ്മൾ എഴുതി ഇവിടെ വരും. അത് വലുതാക്കുകയും ചെറുതാക്കുകയും ഒക്കെ ചെയ്യുക. എത്ര വലുപ്പത്തിൽ വേണേൽ ആക്കുക. അതിന്റെ ഫോണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട്, ടെക്സ്റ്റ് സൈസ് ഒക്കെ, ടെക്സ്റ്റ് സൈസ് ഇവിടെ വലിയതാക്കുക, ചെറുതാക്കുക. ഫോണ്ട് മാറ്റി ഇഷ്ടമുള്ള ഫോണ്ടിലേക്ക് മാറ്റി. ഒരുപാട് ഫോണ്ടുകളുണ്ട്, ഇംഗ്ലീഷിലും മലയാളത്തിലും ഏത് ഭാഷയിലുമാണെങ്കിലും നമുക്ക് എഴുതട്ടോ. അതുപോലെ തന്നെ ടെക്സ്റ്റിന്റെ കളർ അതും ഇവിടുന്ന് ഇഷ്ടമുള്ള കളറിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ഒക്കെ എഴുതിയതിന് ശേഷം എന്ത് ചെയ്യുക? ഇവിടെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഗാലറിയിൽ അത് സേവ് ആവും. നമുക്ക് നമ്മൾ ചങ്ങായിമാർക്ക് അവിടെ നിന്നെടുത്ത് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനിൽ പ്രൊഫൈൽ ഫ്രെയിംസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്താൽ അവിടെ നമുക്ക് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഫോട്ടോ ആവശ്യത്തിന് നമുക്ക് ക്രോപ്പ് ചെയ്തിട്ട് എടുക്കാം. ഡണ്ണ് കൊടുക്കുക. ഇതിൽ നമുക്ക് വേറൊരു തരം ഫ്രെയിമാണ് കിട്ടുക, സ്ക്വയറിലുള്ള. ഇതും നമുക്ക് ആവശ്യമുള്ള ഭാഗത്ത് ഫോട്ടോ ഒക്കെ ഉണ്ടാക്കാം. ഇതിലും ഇഷ്ടംപോലെ ഫ്രെയിമുകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രെയിം ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിലും നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റുകളൊക്കെ നേരത്തെ എഴുതിയ പോലെ തന്നെ ഇവിടെ ഡണ്ണ് കൊടുത്തതിന് ശേഷം എഴുതാം. എഫക്റ്റുകളുണ്ട്, ഇഷ്ടംപോലെ എഫക്റ്റുകളുണ്ട് കേട്ടോ. ഇഷ്ടമുള്ള എഫക്റ്റുകൾ ഉപയോഗിക്കാം. ഇങ്ങനെ നമുക്ക് ഈ രീതിയിലുള്ള കാർഡ് ഉണ്ടാക്കാം. ആശംസ കാർഡ് അടിപൊളി. ഇനി നമുക്ക് മൂന്നാമത്തെ ഡിസൈൻ യുവർ സെൽഫ് എന്നുള്ള ഇത് എടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഗാലറിയിൽ നിന്ന് ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തതിന് ശേഷം ക്രോപ്പ് ചെയ്യണേ ക്രോപ്പ് ചെയ്യുക. ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഫോട്ടോ മാത്രം ക്രോപ്പ് ചെയ്തെടുക്കുക. അതെങ്ങനെ? ഇങ്ങനെ വരഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം വരഞ്ഞു കൊടുത്തിട്ട് ആ ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കുക. ഫോട്ടോത്തിന്റെ അത് മാത്രം കട്ട് ചെയ്തിട്ട് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ കണ്ടോ, ആ ഫോട്ടോ നമ്മളെ ഫ്രെയിമിൽ വന്ന്. ഇത് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ എവിടെയാ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടാക്കാം. അത് മാത്രമല്ല, ഏത് ഫ്രെയിമിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഫ്രെയിമിൽ നമുക്ക് കൊണ്ടാക്കാം. ഇതിലും നമുക്ക് നേരത്തെ പോലെ തന്നെ ഇവിടെ ടെക്സ്റ്റ് ഒക്കെ എഴുതിയുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് ഡണ്ണ് കൊടുത്ത് സേവ് ചെയ്യുക. ഇതുപോലെ നമ്മളെ ഫോട്ടോ വെച്ചിട്ട് അടിപൊളി ഈദ് മുബാറക്കിന്റെ ആശംസ കാർഡുകൾ നമുക്ക് മൊബൈലിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുക. സുഹൃത്തുക്കൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. നല്ല അടിപൊളി ഈദ് ആശംസയും കൊടുക്കുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു ലൈക്കും കൊടുത്തേക്ക്. അപ്പൊ നമുക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തുസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.